നമസ്കാരം. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ഹൈക്കോടതി. മുനമ്പത്തെ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് സമ്മാനമായി നൽകിയതാണ്. മുനമ്പം ഭൂമി വഖഫായി പ്രഖ്യാപിച്ച വഖഫ് ബോർഡ് ഉത്തരവ് ഭൂമി തട്ടിയെടുക്കാനാണെന്നും കോടതി പറഞ്ഞു. മുനമ്പം വിഷയം പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ കമ്മീഷനായി നിയോഗിച്ചിരുന്നു. ഇതിന് നിയമസാധുതയില്ല എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഹൈക്കോടതി പരാമർശത്തിൽ സന്തോഷം പങ്കുവച്ച മുനമ്പം സമരസമിതി റവന്യൂ അവകാശം ഉടൻ പുനഃസ്ഥാപിച്ച് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് അനുകൂലമായ നിലപാട് വരുമ്പോൾ മുനമ്പത്തുകാർക്ക് അവരവരുടെ ഭൂമിയിൽ താമസിക്കണമെന്ന നിലപാടാണ് സർക്കാരിനെന്നും ആ നിലപാടിൽ തന്നെ സർക്കാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും മന്ത്രി V. അബ്ദുറഹ്മാൻ പറയുന്നു. ഉടൻ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നതാണ് ഈ വിഷയത്തിൽ BJPയുടെ നിലപാട്. മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടുമോ എന്നതാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ ബെന്നി, മുനമ്പം സംരക്ഷണ സമിതി പ്രതിനിധി, ശ്രീ ഷോൺ ജോർജ്, BJP പ്രതിനിധി, TA മുജീബ് റഹ്മാൻ, വഖഫ് സംരക്ഷണ സമിതിയുടെ പ്രതിനിധി, അഡ്വക്കേറ്റ് BA ഹസ്കർ, ഇടത് സഹയാത്രികൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ബെന്നി, എന്നെ കേൾക്കാമോ? ശ്രീ ബെന്നി, കേൾക്കാമോ എന്നെ? കേൾക്കാം സർ, കേൾക്കാം. ഓക്കെ. നിങ്ങളെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സമരം ഏതാണ്ട് 3-ാം വർഷത്തിലേക്ക് എത്താൻ പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ? ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് ഇന്ന് കടന്നുപോയത്. കാരണം 2022 ജനുവരി 13-ാം തീയതിയാണ് ഇപ്രകാരത്തിലുള്ള കരമടക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് നിങ്ങളുടെ ഭൂമിയല്ല, വഖഫ് ഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസർ പറയണം. അതുകൊണ്ട് നിങ്ങൾ അടിയന്തിരമായിട്ട് തഹസിൽദാർ മുതൽ മേലോട്ട് പോകേണ്ടതായി വരുന്നുവെന്ന്. പക്ഷെ 1975 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഭൂമി 1989 ജനിച്ചു വീണ മണ്ണ് പണം കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നത്. അങ്ങനെ വാങ്ങിച്ച ഈ ഭൂമിയിലാണ് 2019 വഖഫ് ബോർഡ് ഇത് എഴുതിയെടുക്കുന്നത്. അന്ന് മുതൽ ഞങ്ങൾക്ക് ഇത് അറിയില്ല. 2022 ജനുവരി 13-ാം തീയതി ഞങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട്, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് പെർമനന്റ് ഡെഡിക്കേഷൻ ഫറൂഖ് കോളേജിന് കൊടുത്തിട്ടില്ല. ഫറൂഖ് കോളേജ് ഇല്ലാതെ വന്നാൽ ഈ ഭൂമി സിദ്ദിഖ് സേട്ടുവിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകൾക്കോ തിരിച്ചേൽപ്പിക്കണം എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് ആ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ സുപ്രീം കോടതിയിലെ പല ജഡ്ജ്മെന്റ്, ആസാമിലെയും അതേപോലെ തന്നെ പല സ്ഥലത്തെയും ജഡ്ജ്മെന്റുകൾ ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയിലെ ജഡ്ജ്മെന്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഇതൊരിക്കലും വഖഫ് ഭൂമി ആയിരിക്കുമല്ലോ. ഇതിന്റെ സ്വഭാവത്തിൽ തന്നെ ഒരു നീണ്ട ജഡ്ജ്മെന്റ് ആണ് അദ്ദേഹത്തിൻ്റെത്. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് വളരെ സന്തോഷമാണ്. ഞങ്ങള് 2024 ഒക്ടോബർ 13-ാം തീയതിയാണ് നിരാഹാര സമരം ആരംഭിക്കുന്നത്. കാരണം ഗവൺമെന്റുമായി ചേർന്ന് നടക്കുന്ന ഓരോ സമരങ്ങളിലും പോയ സെക്രട്ടേറിയറ്റിൽ പോകുന്നു, മന്ത്രിമാരെ കാണുന്നു, ഞങ്ങളുടെ MLA K. N. ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം നടന്ന് ഒരു കാലം കഴിഞ്ഞപ്പോൾ ഇത് വഖഫ് ഭൂമി ആണ് എന്നൊരു ധാരണയിലേക്ക് തന്നെ പോകുന്ന അവസരത്തിലാണ് JPC ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് അവിടെ നിയമം, വഖഫ് ഭേദഗതി നിയമം അമെന്റ്മെന്റ് ബില്ല് വരുന്നത്. അതിനുശേഷം ഞങ്ങൾ JPCയിൽ പോകുന്നു. ഞങ്ങൾ അതിനുശേഷം ഞങ്ങളുടെ നിരാഹാര സമരമല്ല, ഞങ്ങളുടെ ഈ സമരത്തിന് വേറൊരു ചാനൽ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്തത്. അത് ലോകം മുഴുവനും ആ സമരം ഏറ്റെടുത്തു. അങ്ങനെ 47-ാമത്തെ ദിവസമാണ് ഇത് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നത്. അപ്പോഴും 2008 തുടങ്ങിയ വഖഫ് സംരക്ഷണ വേദിക്കാരെന്ന് പറയുന്ന വ്യക്തികള് കോടതി മുഖാന്തരം ഇങ്ങനെ കയറിയിറങ്ങി നടക്കുകയായിരുന്നു. 2022 സർക്കാർ കരമടക്കാൻ തന്നപ്പോൾ അതിനെയും ഇവരെന്ത് ചെയ്തു, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ചു തന്നു. അതിനുശേഷവും അതിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴേക്കും ട്രൈബ്യൂണലിൽ OA ഫയൽ ചെയ്യുന്നു ഫറൂഖ് കോളേജ്. അതിൽ ഞങ്ങൾ കക്ഷി ചേരുന്നു. അങ്ങനെ ഒരു നീണ്ട ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ബെഞ്ച് വളരെ ശരിയായ നീതി നിർവഹണം, അതായത് ഞങ്ങളെല്ലാം ഒരു പുനർജീവനം എന്ന് വേണമെങ്കിൽ പറയാം. 4 വർഷം ഞങ്ങളുടെ 40 വർഷത്തിന്റെ കീഴ്പോട്ടാണ് ഞങ്ങളെ ആക്കിയത്. എന്നിരുന്നാലും ശരി, ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്.
ഇനി ഇത് ട്രൈബ്യൂണലിൽ ഇതിന്റെ വിധിപ്പാർപ്പ് കൊണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഞങ്ങൾ അടുത്ത ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടും വരും. ഇപ്പോൾ ഞങ്ങൾ ഹൈക്കോടതി ശ്രീ ബെന്നി, ഈ കമ്മീഷൻ നിലനിൽക്കുമോ ഇല്ലയോ എന്നതായിരുന്നുവല്ലോ ഇവിടുത്തെ പ്രശ്നവും ചോദ്യവും. സർക്കാർ അപ്പീൽ നൽകിയതും കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അവിടെയാണ് ഇത്തരമൊരു ഉത്തരവുണ്ടായിരുന്നത്. ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണോ? അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആ ഉത്തരവിൽ ഈ ഭൂമി സംബന്ധിച്ചൊരു വിധി പോലെ വരും എന്നത് നിങ്ങൾ കരുതിയിരുന്നതാണോ? ഇതില് ഞങ്ങൾ അന്ന് ആ ഒരു രീതിയിൽ ഞങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ട് വിചാരിച്ചിരുന്നില്ല. പക്ഷേ ബെച്ചു കുര്യന്റെ ബെഞ്ച് ഒരു പരാമർശനം നടത്തിയിരുന്നു. ഇത് വഖഫ് ഭൂമിയാണെന്നുള്ള ഒരു പരാമർശനം 1971 വിധിയിലുണ്ടെന്നുള്ളത്. പക്ഷേ അതിന് ആ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അന്ന് പറഞ്ഞത്, നിങ്ങൾ തോക്കെടുക്കുകയാണെങ്കിൽ ഞാൻ സ്റ്റൺ ഗണ്ണെടുക്കും. ഇത് 1971 വിധി ജഡ്ജ്മെന്റ് ഒരു ഇഞ്ചക്ഷൻ സ്യൂട്ടാണ്. അതുകൊണ്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് ഒരു കോടതിയും വിധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വിധി പുറപ്പെടുവിച്ചത് ഞങ്ങൾക്ക് വളരെ ആശ്വാസകരമായിരുന്നു. പക്ഷെ ഇപ്പോ വീണ്ടും തിരുത്തി അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട്, അത് ഞാനിന്ന് ജഡ്ജ്മെന്റ് വായിച്ചു നോക്കുകയായിരുന്നു, അതിൽ എത്രയോ വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ ഞങ്ങൾക്ക് വഖഫ് ബോർഡിനെതിരെ കേസ് വേണമെങ്കിൽ ഫയൽ ചെയ്യണം, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം ചോദിച്ചിട്ട്. കാരണം അത്രക്ക് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വെച്ചിട്ടാണ് ജഡ്ജ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിയമ നടപടികൾക്ക് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചിപ്പെടുക്കുക. അതിനുശേഷം കോർ കമ്മിറ്റി ഉണ്ട്, സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്, എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുള്ളൂ. ഈ 69 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ക്ലെയിം ഉണ്ടാകുന്നത്. മാത്രവുമല്ല, മാനദണ്ഡങ്ങൾ ശരിയായ വിധത്തിലായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേണമെങ്കിൽ വഖഫ് ബോർഡിനെതിരെ ഒരു നിയമ നടപടിക്ക് നിങ്ങൾ തയ്യാറാകും. ആലോചിച്ചിട്ടാണ് അത് ഞങ്ങൾ ആലോചിക്കും. കാരണം എന്തായാലും ശരി, ഈ നാസർ മനയിലും അബ്ദുൽ സലാമും ഞങ്ങളുടെ ഭൂമി പിടിച്ചടക്കാനും നോക്കിയ ആ കുതന്ത്രങ്ങൾ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് കണ്ടിട്ടും, ഇന്നലെയും ജോർജ് പൂന്തോട്ടം സാർ 11:45 മണി മുതൽ 2:30 മണി വരെ ട്രൈബ്യൂണലിൽ വാദം നടത്തുകയായിരുന്നു. ഇത് ഒരു കാരണവശാലും വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളത്. അതോടൊപ്പം തന്നെ നിയമപരമായി ഒരു വഖഫ് പ്രോപ്പർട്ടി ആണെങ്കിലും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സെക്ഷൻ 4 സർവേ നടത്തണം, അതേപോലെ തന്നെ ഹിയറിംഗിന് വിളിപ്പിക്കണം, ഗസറ്റിൽ പരസ്യം ചെയ്യണം, ഇതൊന്നും നോട്ടീസ് തരണം. ഇതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായി വഖഫ് രജിസ്റ്ററിലേക്ക് എഴുതിയെടുക്കുക. ഒരു ബാങ്ക് ലോൺ കൊടുക്കുകയാണെങ്കിൽ ബാങ്ക് വായ്പ തിരിച്ചടച്ചില്ല എങ്കിൽ അവര് നോട്ടീസ് തരും. അതിനുശേഷം അവർ സർവേ നടത്തും, ചങ്ങല കൊണ്ടുവന്ന് എല്ലായിടത്തും പിടിക്കും, അതേപോലെ അവർ ഗസറ്റിൽ പത്രത്തിൽ പരസ്യം ചെയ്യും, ഹിയറിംഗിന് വിളിപ്പിക്കും. ഇതൊന്നും ചെയ്യാതെ 610 കുടുംബങ്ങളുടെ 4 വർഷമായിട്ട് തീറ്റിക്കുകയായിരുന്നു. വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. പക്ഷേ നീതിബോധമുള്ള ഈ പറയുന്ന ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും ആണ്. അതെ, കേരളത്തിലെ സാമൂഹ്യ ബോധമുള്ളവരും മതേതരത്വം ആഗ്രഹിക്കുന്നവരും എല്ലാ ജനങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, ഇന്ത്യയിലെയും ഉണ്ടായിരുന്നു. തീർച്ചയായും സമരസമിതിയെ സംബന്ധിച്ച് ആ നിലയിൽ വലിയ ആശ്വാസവും പ്രതീക്ഷയും ഒക്കെ നൽകുന്നതാണ്. ഉടൻ ഒരു പരിഹാരം എന്ന പ്രതീക്ഷ പോലും അവർക്ക് നൽകുന്നതാണ്. എന്താണ് മന്ത്രിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് കേൾക്കാം. വി അബ്ദുറഹ്മാന്റെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് കേട്ടിട്ട് ഞാൻ താങ്കളിലേക്ക് തന്നെ തിരിച്ചെത്താം. ആ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് കോടതിയിൽ വന്നത്. അതിന് സർക്കാരിന് അധികാരമുണ്ട് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ആ കമ്മീഷന് തുടരാമെന്നും അതിന് അധികാരമുണ്ട്, സർക്കാരിന് അധികാരമുണ്ട് എന്നുള്ളതാണ് വിധി വന്നിട്ടുള്ളത്. പിന്നീട് ആ കോടതി വിധിയിൽ ഒരു പരാമർശമുണ്ട് എന്നതാണ് പ്രശ്നം. ഒരു ഖണ്ഡികയിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൽ നമ്മളിപ്പോൾ അഭിപ്രായമൊന്നും പറയുന്നില്ല. അത് കോടതി കഴിഞ്ഞ തവണ ഡിവിഷൻ ബെഞ്ച് തന്നെ അത് വഖഫ് ട്രൈബ്യൂണൽ അതിന് പറയണം എന്ന് അവരാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ജഡ്ജി ഇപ്പോൾ അതേക്കുറിച്ചൊരു അഭിപ്രായം രേഖപ്പെടുത്തിയുള്ളത്. അത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമല്ല. പക്ഷേ മുനമ്പം വിഷയത്തിൽ ഒരു കാര്യം സ്പഷ്ടമാണ്. കേരളത്തിലെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് മുനമ്പത്തെ ജനങ്ങൾക്ക് അവിടെ അവരുടെ ഭൂമിയിൽ അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ്. ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഗവൺമെൻറ് പറയുന്ന അതാണ്.
ഇപ്പോഴും ഗവൺമെൻറ് സ്റ്റാൻഡ് അത് തന്നെ, ഒരു വ്യത്യാസം ആ സ്റ്റാൻഡിൽ വന്നിട്ടില്ല. ഇതാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറയാനുള്ളത്. ശ്രീ ബെന്നി, താങ്കൾ ആ വാക്കുകൾ കേട്ടല്ലോ. നിങ്ങളുടെ അത്ര ആത്മവിശ്വാസം ഇപ്പോഴും ആ വിധിയുടെ കാര്യത്തിൽ മന്ത്രിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. ഇത് കമ്മീഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. കമ്മീഷന് പ്രവർത്തനം തുടരാം എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ താൻ അഭിപ്രായം പറയേണ്ടതല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. ആ പ്രതികരണത്തിൽ നിങ്ങൾ തൃപ്തരാണോ? അതിൽ ഞങ്ങൾ തൃപ്തരല്ല. കാരണം വഖഫ് ബോർഡ് ഒരു വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ട ഭൂമി ആയിരുന്നില്ല. നിയമ വകുപ്പ് കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിരുന്നില്ല. അല്ലെങ്കിൽ വഖഫ് ബോർഡ് ഞങ്ങൾക്ക് നോട്ടീസ് തരുമ്പോൾ ഞങ്ങൾ ഹിയറിങ്ങിന് പോയാനെ. അതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായി ഞങ്ങൾ കേൾക്കാതെ, എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാണ്, നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഒരു ജനവിഭാഗമാണ്. ഇന്നലെയും കോടതിയിൽ പറഞ്ഞു 1948 ഇവിടെ താമസക്കാരുണ്ട് എന്ന്, കുടിയാന്മാരുണ്ടെന്ന് ഇന്നലെയും വാദം നടത്തിയതാണ്. അങ്ങനെയുള്ള ഒരു പെർമനന്റ് ഡെഡിക്കേഷൻ, അതിന്റെ സ്വഭാവം ജഡ്ജി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു വഖഫ് പ്രോപ്പർട്ടിയുടെ സ്വഭാവം അത് ജീവകാരുണ്യപരവും മതപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള കാര്യങ്ങളിലൂടെ തന്നെ ഉന്നിപ്പോനം. അത് പെർമനന്റ് ഡെഡിക്കേഷൻ ആണ്. ഒരിക്കലും അത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് ആസാമിലെ ഞാൻ പറഞ്ഞ 3-4 ജഡ്ജ്മെന്റുകൾ സുപ്രീം കോടതിയിലുള്ള 2013 95 ഉള്ള വാദങ്ങൾ നിരത്തിയിട്ടാണ് ജഡ്ജി വിധി പുറപ്പെടുവിച്ചത്. ഇത് വഖഫ് പ്രോപ്പർട്ടിയേ അല്ല. ആ പാവപ്പെട്ട ജനങ്ങൾ എന്തിനാണ് ഉപദ്രവിക്കണമെന്നല്ലേ ചോദിച്ചത്. അത് പാടില്ലല്ലോ. അത് നിങ്ങൾ അതിന് വീണ്ടും പറയുന്നുണ്ടല്ലോ, നിങ്ങൾ താജ്മഹലും അതേപോലെ തന്നെ എല്ലാം നിങ്ങൾ പിടിച്ചെടുക്കാൻ തയ്യാറാകുമോ? അങ്ങനെ പാടില്ലല്ലോ. അതുകൊണ്ട് ഈ മുനമ്പം വിഷയമല്ലേ ഇത്ര പെട്ടെന്ന് ഈ കേന്ദ്രത്തിലെ ഈ നിയമം മാറാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. അതായത് ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, ഇവിടെ ഭൂരിപക്ഷം വരുന്ന ആളുകളും. പക്ഷെ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട്. ഈ ഞങ്ങളുടെ സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ വഖഫ് ബോർഡിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കാരണം. അതിനു മുമ്പ് ഞങ്ങൾ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി ഒക്കെ ഉണ്ട്, അതേപോലത്തെ ഒരു സൊസൈറ്റി ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതാണെന്നുള്ളത് ഞങ്ങളെ കിടപ്പാടം പിടിച്ചെടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇപ്പോ സർക്കാർ ഒരുപക്ഷെ കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ശ്രീ ബെന്നി ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക. ഇനി കമ്മീഷൻ ഇക്കാര്യം പരിശോധിച്ച് വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനമെടുത്ത് അതിനുശേഷം സർക്കാർ ഒരു നിലപാടിലേക്ക് പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് സ്വീകാര്യമാണോ? അല്ല, വഖഫ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടല്ല. അത് തീരുമാനിക്കാനാണ് ജഡ്ജിമാരുള്ളത്. അത് ജഡ്ജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു കഴിഞ്ഞു. ഇത് വഖഫ് അല്ല, അത് എഴുതിയെടുക്കാൻ പാടില്ല, അത് നിയമവിരുദ്ധമായിട്ടാണ് എഴുതിയെടുത്തിരിക്കുന്നതും. പിന്നെ ജുഡീഷ്യൽ കമ്മീഷൻ വഖഫാണോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരാം. ഞങ്ങളെ ഈ തട്ടിയെടുത്ത് ഞങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കി ഞങ്ങളെ ഇത്രമാത്രം ഉപദ്രവിച്ച് ഞങ്ങളുടെ നാശനഷ്ടങ്ങൾക്ക് മൊത്തം കാരണമായി എത്ര വ്യക്തികളാണെന്നല്ലോ നല്ല രീതിയിൽ ചികിത്സ നേടാതെ 25 സെന്റും 30 സെന്റും ഇതിനോടകം സൂചിപ്പിച്ചു കഴിഞ്ഞതുമാണല്ലോ. അപ്പോ നിങ്ങൾക്ക് ഉടനടി ഇനി പ്രശ്ന പരിഹാരം ഇടപെടൽ അതാണ് ആവശ്യം എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിൽ തിരിച്ചെത്താം. ദയവായി തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ TA മുജീബ് റഹ്മാൻ കൂടി ചേരുകയാണ്. വഖഫ് സംരക്ഷണ സമിതി പ്രതിനിധിയാണ് മുജീബ് റഹ്മാൻ. ശ്രീ മുജീബ് റഹ്മാൻ, നോക്കൂ, ഇതൊരു വഖഫ് ഭൂമി അല്ല എന്ന കാര്യം കോടതി ഉത്തരവിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഈ ഭൂമി ഏറ്റെടുത്ത നടപടികളെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് എത്തിയ ഘട്ടത്തിലാണ് ഡിവിഷൻ ബെഞ്ച് വിശദമായി തന്നെ ഈ വിഷയത്തിൽ ഒരു ഉത്തരവിറക്കുന്നത്. ഇനി എന്താണ് വഖഫ് സംരക്ഷണ സമിതിയുടെ നീക്കം? ഇതിലിനി തുടർ നിയമ നടപടികൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പരാമർശം അത് യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി പരിശോധിക്കാതെയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള ഏതെങ്കിലും ഒരു പ്രയറിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാദമല്ല ഇന്ന് ഹൈക്കോടതിയിൽ നടന്നിരുന്നത്. ഹൈക്കോടതിയിൽ നടന്നിരുന്നത് കഴിഞ്ഞ 2006 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കേരളത്തിലെ പല വഖഫ് ഭൂമികളും അന്യാധീനപ്പെട്ടു പോയതുമായി ബന്ധപ്പെട്ട് അതിൽ 14ാമത്തെ ഭൂമി എന്നുള്ള നിലയിൽ എറണാകുളം ജില്ലയിലെ മുനമ്പത്തെ 404.76 ഏക്കർ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട്
അതിൻ്റെ ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് 2009 മന്ത്രിസഭയുടെ മുന്നിൽ വെക്കുകയും അത് മന്ത്രിസഭ അംഗീകരിക്കുകയും ആ അംഗീകരിച്ച റിപ്പോർട്ടിന്റെ വീണ്ടും പുതുതായി വന്ന പിണറായിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റ് മറ്റൊരു അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വഖഫാണോ വഖഫ് അല്ലയോ എന്ന് അതിൽ സൂചിപ്പിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ നിലവിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ച് ആ കമ്മീഷൻ കൃത്യമായ രീതിയിൽ ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് അത് വഖഫാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂമിയിൽ വീണ്ടും ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചത് അത് ശരിയായ നടപടിയല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയെ ഞങ്ങൾ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ച് ഞങ്ങളുടെ ഹർജി പരിഗണിച്ച് സർക്കാരിൻ്റെ ആ വാദങ്ങൾ തള്ളിക്കളയുകയും ആ CN രാമചന്ദ്രൻ കമ്മീഷനെ ഒഴിവാക്കുന്ന രീതിയിലേക്കുള്ള വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്പീലാണ് സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിച്ചിട്ടുള്ളത്. അതിൽ ഈ CN രാമചന്ദ്രൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ വിഷയത്തെക്കുറിച്ചാണ് കോടതി പറയേണ്ടിയിരുന്നത്. പക്ഷേ കോടതി ആ വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞതിന് ശേഷം മറ്റൊരു പരാമർശം കൂടി നടത്തുന്നു, മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നുള്ളത്. എന്തടിസ്ഥാനത്തിലാണ് കോടതി അത് പറഞ്ഞിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. 1950 സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഫാറൂഖ് കോളേജിന് വഖഫ് ചെയ്തതിന്റെ ആധാരം ഒരു കാര്യം ശ്രീ മുജീബ്, താങ്കൾ ഈ പറഞ്ഞതിൽ തന്നെയാണ് എനിക്കൊരു സംശയം. എന്തുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഈ കമ്മീഷനെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? ശ്രീ മുജീബ് കേൾക്കാമോ? ഒരു ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് വളരെ കൃത്യമായ രീതിയിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ അത് വഖഫ് ഭൂമിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള തീരുമാനമുള്ളപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ്, അത് കോടതിയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചിട്ടുള്ളത്. കോടതി ഞങ്ങളുടെ ആ ഹർജി പരിഗണിക്കുകയും ആ കമ്മീഷനെ റദ്ദ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാദമാണെന്ന് നടന്നിട്ടുള്ളത്. അവിടെ ഇനി ഒരു കമ്മീഷൻ അത് പരിശോധിക്കുന്നത് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അതിന് മേലൊരു അപ്പീൽ വരുമ്പോൾ ഡിവിഷൻ ബെഞ്ചിന് അതൊരു വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളൊരു പരിശോധന അത്യാവശ്യമാണല്ലോ. അതിനുശേഷം മാത്രമല്ലേ അതിലൊരു ഉത്തരവിലേക്ക് കടക്കാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള ഒരു സ്വാഭാവിക നടപടിക്രമമല്ലേ ഇവിടെ ഡിവിഷൻ ബെഞ്ചിൽ ഉണ്ടായിട്ടുള്ളത്? അല്ല, വഖഫ് ഭൂമിയാണോ എന്ന് പരിശോധിക്കുന്ന സുപ്രീം കോടതി, ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്ന സുപ്രീം കോടതിയോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോ അല്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ട്രൈബ്യൂണലിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വഖഫ് ട്രൈബ്യൂണലിൽ നേരത്തെ സമരസമിതിയുടെ ഭാരവാഹിയായിട്ടുള്ള ബെന്നി നേരത്തെ സൂചിപ്പിച്ചു, ഇന്നലെയും അവരുടെ അഭിഭാഷകനായിട്ടുള്ള പൂന്തോട്ടം അവിടെ ട്രൈബ്യൂണലിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള വാദം നടത്തുമ്പോൾ ഇവിടെ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വന്നിട്ടുള്ള ഈ കോടതിയുടെ വിധിയോ അതല്ലെങ്കിൽ തീരുമാനത്തിന്റെ കൂടെ ഈ പറയപ്പെടുന്ന രീതിയിലേക്ക് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് വസ്തുതകൾ പരിശോധിച്ചുകൊണ്ടല്ല എന്നുള്ളതാണ്. ന്യായം എടുക്കുകയാണെങ്കിൽ അത് സിംഗിൾ ബെഞ്ചിനും ബാധകമല്ലേ? ട്രൈബ്യൂണലിൽ ഒരു തീർപ്പുണ്ടാകുന്നതിന് മുൻപ് ഇത് വഖഫാണ് എന്ന് കണ്ട് കമ്മീഷന്റെ പ്രവർത്തനത്തെ സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ചിനും അത് ബാധകമാകില്ലേ? അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഈ എതിർപ്പില്ലായിരുന്നല്ലോ. സിംഗിൾ ബെഞ്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രൈബ്യൂണലിൽ തീരുമാനമാകുന്നതിന് മുൻപ് സിംഗിൾ ബെഞ്ച് അങ്ങനെ ഒരു നിലപാടെടുത്തതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇപ്പോൾ കമ്മീഷൻ പ്രവർത്തനം തുടരാം. ഇത് ആ സാഹചര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിപ്പിക്കരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ചിട്ടുള്ളത് നിലവിലുള്ള അവസ്ഥയിൽ ഞാൻ വിഷയത്തിലും അതിൽ തന്നെ കടന്ന് കറങ്ങുന്നത് ശരിയല്ല. CN രാമചന്ദ്രൻ കമ്മീഷന്റെ ആ അന്വേഷണ ചുമതലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്ന് ഡിവിഷൻ ബെഞ്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എതിരായിട്ടുള്ള വിധിയാ പറഞ്ഞിട്ടുള്ളത്. സർക്കാരിന് അനുകൂലമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. കോടതിക്ക് കോടതിയുടെ നിഗമനങ്ങളുടെയും തീരുമാനങ്ങൾ എടുക്കുക. ഒരിക്കലും കോടതിയെ ഞങ്ങൾ വിമർശിക്കുന്നുണ്ട്. പക്ഷേ കോടതിയുടെ ആ പ്രയറിൽ വരാത്തൊരു വിഷയം കോടതി എടുത്തുകൊണ്ട് ഇവിടെ നിലവിലുള്ള അവസ്ഥയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു വിധിയല്ല വന്നിട്ടുള്ളത്. അവിടെ അന്തിമമായി മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്നുള്ള വിധിയല്ല കോടതി പറഞ്ഞിട്ടുള്ളത്. ഒരു പരാമർശം നടത്തി പോയിട്ടുണ്ട്. ആ പരാമർശം കോടതി പരാമർശമല്ല, അതൊരു ഉത്തരവിന്റെ സ്വഭാവത്തിൽ തന്നെയാണ്, ഉത്തരവായി തന്നെയാണ് കോടതി അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് വായിക്കാം. 122 പേജുള്ള ഉത്തരവ് തന്നെയാണ് കോടതി പുറത്തിറക്കിയിരിക്കുന്നത്. വരട്ടെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി
അല്ല, ഞാൻ മാധ്യമങ്ങൾ ആ രീതിയിലൊക്കെ ചിലപ്പോൾ വ്യാഖ്യാനിക്കുന്നുണ്ടാകാം. ഇല്ല, പക്ഷേ മാധ്യമങ്ങളോ നോക്കൂ, അതല്ലെങ്കിൽ കോടതി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം നോക്കൂ. വ്യാഖ്യാനിക്കുന്നുണ്ടാകാം. പക്ഷേ കോടതി അതുമായി ഇങ്ങനെ ഒരു ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാദൃച്ഛികമായ ഒരു പരാമർശം വഖഫ് മാത്രമാണ് പ്രഖ്യാപനത്തിന് നടത്തിയിട്ടുള്ളത്. ആ പരാമർശം കോടതി, ഞാൻ സംസാരിക്കട്ടെ ഇങ്ങനെ യാദൃച്ഛികമായ ഒരു പ്രഖ്യാപനത്തിന് വഴങ്ങുകയാണെങ്കിൽ താജ്മഹലിന് മറ്റ് തന്ത്രപ്രധാനമായിട്ടുള്ള കെട്ടിടങ്ങൾക്ക് ഈ സ്ഥിതി സമരസമിതിയുടെ ഭാരവാഹി സംസാരിച്ചപ്പോ സമരസമിതി അങ്ങനെയല്ല സമരസമിതിയുടെ ഭാരവാഹി സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ വാദം പറയാനുള്ള സാവകാശം താങ്കൾ കൊടുത്തു. പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ അതിനിടയിൽ കയറി സംസാരിക്കുന്നത് ശരിയല്ല. ഞാൻ സംസാരിച്ചു വരുന്നത് നിങ്ങൾ ഈ സൂചിപ്പിച്ച വിഷയത്തിൽ മാത്രമല്ല. 1950 സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ ഇടപെട്ട് ചോദിക്കുന്നത്. നോക്കൂ, കോടതി ഒരു പരാമർശം നടത്തിയെന്ന് താങ്കൾ വ്യക്തമായി എന്തുകൊണ്ടാണ് ഇത് വഖഫല്ലാതെയായി മാറുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ കോടതി പറയുന്നുണ്ട്. മാത്രവുമല്ല, സർക്കാർ നിയോഗിച്ചിട്ടുള്ള കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ ആ തീരുമാനത്തെ അന്ന് റദ്ദ് ചെയ്യപ്പെട്ടെങ്കിൽ ഇന്ന് അനുകൂലമായി തന്നെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങളൊന്നും പറയുന്നില്ലല്ലോ. പക്ഷേ സർക്കാരിന്റെ ഈ പറയപ്പെടുന്ന കോടതിയുടെ പരിഗണനയിലില്ലാത്തൊരു വിഷയത്തിൽ കോടതി അഭിപ്രായം പ്രകടനം നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ ആ നിലപാടിനെ ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള വിയോജിപ്പ് അതിനെ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ മേൽക്കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തും. അവിടെ ഞങ്ങൾക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എനിക്കൊരു സൂചിപ്പിക്കാനുള്ള വിഷയത്തിലേക്ക് പറയാനുള്ളൊരു അവസരം തരേണ്ടതുണ്ട്. ഇവിടെ ഏതൊരാൾക്കും വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. 1950 സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഫാറൂഖ് കോളേജിന് എഴുതി കൊടുത്തിട്ടുള്ള വഖഫാധാരം, അത് ഏതെങ്കിലും രീതിയിലുള്ള ദാനാധാരം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ പല ചാനൽ ചർച്ചകളിലും അത് വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളതാണ്. അതിന്റെ രേഖകളിൽ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അള്ളാഹുവിന്റെ പരമകാരുണ്യകനും കരുണാനിധിയുമായ ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്റെ ഉടമസ്ഥതയിലുള്ള 404.4 ഏക്കർ വഖഫ് ഭൂമി ഫാറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ വഖഫാധാരം ചെയ്യുന്നു. അവിടെ ദാനാധാരം ചെയ്യുന്നു എന്നല്ല പറഞ്ഞിട്ടുള്ളത്, വഖഫാധാരം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന്റെ രേഖകൾ നമ്മുടെ മുന്നിലുള്ളപ്പോ അത് വഖഫല്ല എന്ന് കോടതി പറഞ്ഞാൽ ആ കോടതി ആ വിഷയങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് മേൽക്കോടതികളിൽ കൃത്യമായ കാര്യങ്ങൾ ബോധിപ്പിക്കുവാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങളിൽ കോടതിയുടെ അത് താങ്കൾക്കും ബോധ്യമുള്ള കാര്യമായിരിക്കുമല്ലോ. ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നത് അതിലും ഗൗരവമുള്ളതാണ്. 69 വർഷം ഈ ക്ലെയിം ഇല്ലായിരുന്നു, അതിനുശേഷം ഈ ക്ലെയിമുമായി വരുന്നു. അതിന്റെ നടപടിക്രമങ്ങളിലെ വീഴ്ച അത് സംശയത്തോടു കൂടി കോടതി കാണുന്നു എന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, ദയവായി തുടരുക. താങ്കൾക്ക് എന്നെ കേൾക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ PCR-ലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടാക്കുക. ഓക്കെ ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഷോൺ ജോർജ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ പ്രയറിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായി അല്ലെങ്കിൽ അതിനും മുകളിൽ കോടതി അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്ന കാര്യമാണ് വഖഫ് സംരക്ഷണ സമിതി ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, അവർ മേൽക്കോടതികളിൽ ഇതിനെ ചലഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ വ്യക്തത വേണം. കമ്മീഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ അപ്പീൽ പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള വിധിയാണ്. അപ്പോൾ അത് പഠിക്കേണ്ടതുണ്ട്. കമ്മീഷൻ പ്രവർത്തനം തുടരാനുള്ള അനുമതിയാണ് കോടതി തന്നിരിക്കുന്നത്. അപ്പോൾ കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ട് പോയതിനു ശേഷം എന്താണ് വേണ്ടതെന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ട് എന്നതാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വന്നത്. ആത്യന്തികമായി ഇത് ആദ്യം കമ്മീഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എന്നത് മന്ത്രി പറയുന്നു. ഈ സാഹചര്യത്തിൽ നാളെ തന്നെ നിങ്ങൾ റവന്യൂ അവകാശം കൊടുക്കൂ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. അങ്ങനെ അത്രയും വലിയ തിടുക്കം വേണമോ? ഇതെന്താണ് കാര്യങ്ങളെന്ന് പഠിച്ച് പരിശോധിച്ച് നടപ്പിലാക്കേണ്ടുന്ന കാര്യമല്ലേ? സർക്കാരിനും ഇതിൽ വേറെ ഡിസ്പ്യൂട്ടൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇതിനകത്ത് ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ വിധി എന്ന് പറയുന്നത്, ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. മുനമ്പത്തൊരു വേളാങ്കണ്ണി പള്ളിയുണ്ട്. ആ വേളാങ്കണ്ണി പള്ളിയിൽ ഒരു മാതാവുണ്ട്. ആ ജനത മുഴുവൻ കരഞ്ഞു കഴിഞ്ഞ 4 വർഷമായി ആ മാതാവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ വിധി അവിടെ നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഇതിനേക്കാൾ സുദൃഢമായ, ഇത്രയും സുശക്തമായ ഒരു വിധി വരാനില്ല. പക്ഷെ ഇവിടെ ഇവര് പറയുന്ന ഒരു രസം എന്ന് പറയുന്നത്, മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, മന്ത്രിക്ക് ആ വിധി അങ്ങ് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്. ശരിക്കും സർക്കാർ CN രാമേന്ദ്രൻ കമ്മീഷനെ
അല്ലെങ്കിൽ അതിനെ നിർത്തലാക്കിക്കൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെയാണ് സർക്കാർ അപ്പീൽ പോയത്. ഈ CN രാമേന്ദ്രൻ കമ്മീഷനും സർക്കാരും ഈ വഖഫ് സംരക്ഷണ വേദിയുമൊക്കെ ഒരേ ചരടിൽ കോർത്ത മാലയാണ്, അതിനൊരു സംശയമില്ല. ഇവരെല്ലാരും കൂടെ ആസൂത്രിതമായി ഇറക്കി. ഇവരെല്ലാം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മുനമ്പം ജനതയെ അവിടുന്ന് കുടിയൊഴിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇത് വളരെ ആസൂത്രിതമായി മലബാറിൽ ഇതിന് തത്തുല്യമായി 400 ഏക്കറിലധികം വസ്തു സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കച്ചവടം ഉറപ്പിച്ച് ഇതിന് പകരമായ വസ്തു വഖഫ് ബോർഡിലേക്ക് കൈപ്പറ്റുവാനായി ഇവിടുത്തെ മതതീവ്രവാദ സംഘടനകൾ, ഇപ്പോ നമുക്കറിയാം, ഈ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഈ നാസർ മനക്കൽ, അതുപോലെ അബ്ദുൾ സലാം, ഇവരുടെയൊക്കെ കഴിഞ്ഞകാല ട്രാക്ക് റെക്കോർഡ് ഒന്ന് പരിശോധിച്ചാൽ, ഈ പരാതിക്കാരായ വ്യക്തികളുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇവരുടെയൊക്കെയുള്ള ബന്ധങ്ങൾ എന്താണ്. 1947 ഇന്ത്യ പിടിച്ചടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഭൂമി കൊള്ള നടത്തിക്കൊണ്ടിരുന്നതിനെ 2025 ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ സർക്കാർ ഇവിടെ കഴിഞ്ഞ 95-ലും 2013-ലും ഭേദഗതികളിലൂടെ ഈ രാജ്യത്തെ പിടിച്ചെടുക്കുവാനായി ഈ തീവ്രവാദ സംഘടനകൾ കൊണ്ടുവന്ന നിയമത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു. ആ നിയമത്തിന്റെ പിൻബലം ഇന്നില്ല എന്ന് കൃത്യമായിട്ട് ആ ഓർഡറിൽ നമുക്കെടുത്ത് വായിച്ചാൽ മനസ്സിലാവും. 95-ലും 2013-ലും ഉണ്ടായിരുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു ഇപ്പം ഇവിടെ ബെന്നിച്ചേട്ടൻ സൂചിപ്പിച്ചു, 2019 ഈ വസ്തു വഖഫ് ബോർഡ് തീരുമാനമെടുക്കുകയും 2022 ഇത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് നോട്ടീസ് അയച്ച് അത് പേരിൽ കൂട്ടിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെ സൂചിപ്പിച്ചു. ഒരു സുപ്രഭാതത്തിൽ ഏതിന് മിനിമം വഖഫ് ഭൂമിയായി നോട്ടിഫൈ ഉണ്ടായേണ്ട മിനിമം നിബന്ധനകൾ പോലും പാലിക്കാതെയാണ് കേരളത്തിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇത് വഖഫ് ബോർഡിൻ്റെതാക്കി മാറ്റിയത്. അപ്പോ ഇതിന്റെ പുറകിൽ നടന്ന ആസൂത്രണവും ഇത് ആരാണ് മാറ്റിയത്? കേരളത്തിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് 2012-ലും 2019-ലും ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഇതേ പിണറായി വിജയനാണ്. അപ്പോ ഇവരുടെ പുറകിൽ ഇവർക്ക്, ഞാൻ പറയില്ല, മന്ത്രിയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. ഒരിക്കലും ഈ വിധിയെ, ഇതിനെ നല്ല രീതിയിൽ വായിച്ചെടുക്കാൻ അവർ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? മന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അതായത് കോടതിയുടെ പരാമർശത്തിലുള്ള ഒരു വിഷയത്തിലല്ല കോടതി നിരീക്ഷണം നടത്തിയത്. ഞങ്ങൾ ആ പാടെ ആവശ്യപ്പെട്ടത് CN രാമേന്ദ്രൻ കമ്മീഷനെ റീഇനിഷ്യേറ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടില്ലല്ലോ. ഞങ്ങൾ ആഗ്രഹിച്ച വിധി അല്ലല്ലോ ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുകൂടെ ആലോചിക്കണം. അദ്ദേഹത്തിന്റെ കാല് പറക്കി മുട്ടുകൂട്ടി ഇടിക്കും ഈ വിധി എന്താണെന്ന്. ആ വിധിയെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ അംഗീകരിക്കുമെന്ന് പറയാൻ അബ്ദുൾ റഹ്മാൻ മന്ത്രിയുടെ മുട്ടുകൂട്ടി ഇടിക്കുമെന്നുള്ളതാണ് സത്യം. അത് കേരളത്തിന്റെ പരിച്ഛേദമാണിപ്പോ. കാരണം ഇതിനെതിരെ സംസാരിക്കാൻ ഇവിടെ SDPIക്കെതിരെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയോ ഇത്തരം സംഘടനകൾക്കെതിരെയോ സംസാരിക്കാൻ ഇവർ തയ്യാറല്ല. ഇന്നും ഇതിനെക്കുറിച്ച് വിധി വന്നതിന് ശേഷം വലിയ യോഗങ്ങളൊക്കെ പലയിടത്ത് നടന്നിട്ടുണ്ട്. എന്തു തന്നെ ഉണ്ടായാലും ഞാൻ BJPയുടെ പ്രതി എന്ന് ഇവിടെ നിന്നുകൊണ്ട് മുനമ്പം ജനതയോടും കേരള സമൂഹത്തോടും പറയുന്നു, എന്തു തന്നെ ഉണ്ടായാലും ആരൊക്കെ വിചാരിച്ചാലും ഏത് നിയമ പോരാട്ടം നടന്നാലും ആ മുനമ്പം ജനതയെ അവിടെ നിന്നും നിങ്ങൾ കുടിയിറക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. അവരെ നിങ്ങൾ ഏത് നിയമം കൊണ്ട് ആണ് അവിടെ വഖഫ് ബോർഡിന്റെ പേരിൽ ഈ വസ്തു കൂട്ടിയോ ആ നിയമം ഇന്ന് വഖഫ് ആക്ടിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയോ മാത്രമല്ല അവരുടെ റവന്യൂ അവകാശങ്ങൾ അവർക്ക് പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടികളുമായി തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അത് ദിവസങ്ങൾക്കുള്ളിൽ സുപ്രീം കോടതി മിനിസ്റ്ററും അവസാനം അത് തന്നെ പറയുന്നു. ആ ഭൂമിയിൽ നിന്ന് അവർക്ക് പുറത്തു പോകേണ്ടി വരില്ല, അവിടെ താമസിക്കും. അതാണ് സർക്കാർ നിലപാട്. ഒരു കാര്യം കൂടെ വ്യക്തമാക്കിയേക്കാം. അതിന് പകരം വഖഫ് ബോർഡിന് വേറെ ഭൂമി കൊടുത്തുകൊണ്ട് ഇത് സെറ്റിൽ ചെയ്യാന്നൊന്നും ആരും വിചാരിക്കേണ്ട. ആ ഒരു ഭൂമിയും ആർക്കും കൊടുക്കില്ല. മുനമ്പംകാർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടും. അതിനുള്ള നിയമനിർമ്മാണം നടന്നു കഴിഞ്ഞു. ഇതിന്റെ റൂൾസ് ആണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി, പ്രത്യേകിച്ചും സെക്ഷൻ 2 അനുസരിച്ചുള്ള അതിന്റെ പ്രൊവൈസോ അനുസരിച്ചുള്ള നിയമനിർമ്മാണം സുപ്രീം കോടതി ആ സെക്ഷനെ തൊടാത്ത സാഹചര്യത്തിൽ ഉടനടി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സംബന്ധിച്ച നിയമനിർമ്മാണം ഉണ്ടാകും. അതിന് നിയമനിർമ്മാണം മാത്രമല്ല, ഇപ്പോൾ അവരുടെ കൈവശമുള്ള അല്ലെങ്കിൽ റവന്യൂ അവകാശങ്ങൾ, വഖഫ് ബോർഡിന്റെ കയ്യിലിരിക്കുന്ന റവന്യൂ അവകാശങ്ങൾ തിരിച്ച് മുനമ്പം ജനതയ്ക്ക് പുനഃസ്ഥാപിച്ചു കിട്ടുവാനുള്ള നിയമ നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ BA ഹസ്കർ,
നോക്കൂ, ഇത് സർക്കാർ പോയ അപ്പീലിൽ ഉണ്ടായിട്ടുള്ള വിധിയാണ്. കമ്മീഷൻ പ്രവർത്തനം സ്റ്റേ ചെയ്തതിനെതിരെയാണ് സർക്കാർ പോയത്. സർക്കാരിന് അനുകൂലമായ വിധി എന്നതാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ വ്യാഖ്യാനിക്കുന്നത്. അവിടുത്തെ ഭൂമി ജനങ്ങൾക്ക് നൽകണം, അത് സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്ന പരിഹാരത്തിനായാണ് സർക്കാർ ഇടപെടൽ ഉണ്ടായത്, കമ്മീഷനെ വെക്കുന്നത്. ഇപ്പോൾ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ നീക്കം തിരിച്ചടിയായോ? എന്തുകൊണ്ടാണ് ഇത്ര അനുകൂലമായ ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴും മന്ത്രി അബ്ദുറഹ്മാന് അത്ര ആത്മവിശ്വാസം പോരാ, ഇല്ല എന്ന നിലയിലുള്ള പ്രതികരണം നടത്തേണ്ടി വരുന്നത്? രേണുക, ഇതില് 27/11/2024 സംസ്ഥാന സർക്കാർ മുനമ്പം നിവാസികൾ നടത്തി വരുന്ന ദുരിതപൂർണമായിട്ടുള്ള അവരുടെ ജീവിതത്തെ തുടർന്ന് അവർക്ക് റവന്യൂ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും വഖഫ് ഭൂമിയിലാണ് അവർ 2019 വഖഫ് ബോർഡിന്റെ നോട്ടിഫിക്കേഷനെ തുടർന്ന് ഇത് വഖഫ് ഭൂമിയായി മാറപ്പെട്ടത് മൂലമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഗഹനമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവിറക്കുന്നത്. ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു റിട്ട് ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് മുമ്പാകെ വരികയും ആ റിട്ട് ഹർജി സിംഗിൾ ബെഞ്ച് അനുവദിക്കുകയും അതിനെ തുടർന്ന് സർക്കാർ ഇറക്കിയ നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്യുകയുണ്ടായി. ആ എൻക്വയറി കമ്മീഷനെ നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്തതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ആണ് റിട്ട് അപ്പീലുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നത്. ആ റിട്ട് അപ്പീലിന്മേൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്തിട്ടുള്ള ഉത്തരവുകളാണ് ഇപ്പോൾ ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് ആസ്പദമായിട്ടുള്ള വിഷയം. ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് മുനമ്പം നിവാസികൾ അവരുടെ 135.11 ഏക്കർ, ഇപ്പോൾ നിലവിൽ 404.76 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നതിൽ നിന്ന് 135.11 ഏക്കർ ഭൂമിയിൽ അതിൽ ആരൊക്കെ താമസിക്കുന്നു, അവരെ എങ്ങനെയൊക്കെ അവരുടെ സാഹചര്യങ്ങൾ, ആ വസ്തുവിന്റെ കിടപ്പും സ്വഭാവം അടക്കം കണ്ടെത്തി സർക്കാരിലേക്ക് ഒരു ഫാക്ട് ഫൈൻഡിങ് എന്നുള്ള അർത്ഥത്തിലുള്ളതാണ് എന്ത് നിർദ്ദേശമാണ് ഇതിൽ സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ അത് സംബന്ധിച്ച് ഉള്ള ഒരു ഹർജിയിന്മേലാണ് ഇപ്പോ ഈ വിധി വന്നിട്ടുള്ളത്. ഈ വിധിയെ സംബന്ധിച്ച് ഇപ്പൊ ഏറ്റവും പരമപ്രധാനമായിട്ട് ഈ കേസിൽ ഏറ്റവും 1950 മുഹമ്മദ് സിദ്ദീഖ് സേട്ട് ഗിഫ്റ്റ് ചെയ്തതാണോ, അതല്ല വഖഫ് ചെയ്തതാണോ, അതൊരു എൻഡോമെന്റ് ഡീഡാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് എന്റെ നിയമപരിജ്ഞാനത്തിൽ ഇപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് തീരുമാനിക്കാനാവുമെന്ന് തോന്നുന്നില്ല. കാരണം വഖഫ് ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ അത് പരിശോധിക്കാനാവൂ. അതിന്റെ പരമാധികാരി എന്ന് പറയുന്നത് വഖഫ് ട്രിബ്യൂണലാണ്. ആ ട്രിബ്യൂണലിൽ മാത്രമേ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാനാവൂ. ശ്രീ ബി എ ഹസ്കർ, ഞാനത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. എങ്ങനെയാണ് സിംഗിൾ ബെഞ്ച് ഇത് സ്റ്റേ ചെയ്യുന്നത്, കമ്മീഷൻ പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്യുന്നത്? ഇത് വഖഫ് ഭൂമിയാണ് എന്നൊരു തീർപ്പിലെത്തിക്കൊണ്ട് അതുകൊണ്ട് ഇവിടെ കമ്മീഷന്റെ പരിശോധന സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ സിംഗിൾ ബെഞ്ചിന് എങ്ങനെയാണ് ഈ ട്രിബ്യൂണൽ പരിഗണിക്കുന്ന ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിച്ചതുകൊണ്ട് കമ്മീഷന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ കഴിയുക? മാത്രമല്ല, നോക്കൂ, ഈ ഉത്തരവിൽ ഈ ഭൂമി കൈക്കലാക്കിയതുമായി ബന്ധപ്പെട്ട് വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. 7 ഡിക്കേഡിന് ശേഷമാണ് ഇത്തരമൊരു അവകാശവാദം ഉണ്ടാകുന്നത് എന്നത് സംശയകരമാണ് എന്നത് കോടതി പറയുന്നുണ്ട്. നോക്കൂ, സർക്കാരിൻ്റെ ഇടപെടൽ പോലും അവിടെ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ 69 വർഷത്തിന് ശേഷം വരുന്നു, അത് സർക്കാർ അംഗീകരിക്കുന്നു എന്നത് സർക്കാരിൻ്റെ ഇടപെടലിലും സംശയദൃഷ്ടിയോടു കൂടിയാണ് കോടതി കാണുന്നത് എന്നത് നമ്മൾ കാണണം. ഇത് നിയമപരമായല്ല കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ സർക്കാരിന്റെ തിടുക്കവും ഇടപെടലും സംശയത്തിൽ നിർത്തുന്നു കോടതി. അങ്ങനല്ലേ, 25/9/2019 കേരള വഖഫ് ബോർഡ് ഈ ഭൂമി മുനമ്പം നിവാസികൾ കിടക്കുന്ന 135.11 ഏക്കർ ഭൂമി വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കുന്നു, നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സെക്ഷൻ 3 and 4 ഓഫ് വഖഫ് ആക്ട് അനുസരിച്ച് സർവേ നടത്തണം, അത് നോട്ടിഫിക്കേഷൻ ഉണ്ടാവണം. ഈ തൽപര കക്ഷികൾ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ച് കേൾക്കണമെന്നുള്ള നിയമത്തിന്റെ സാധ്യതകൾ ആരായതെയാണ് കേരള വഖഫ് ബോർഡ് ഇത്തരം ഒരു നോട്ടിഫിക്കേഷൻ നടത്തിയത് എന്ന നിയമവിരുദ്ധ പ്രവൃത്തി എന്ന അർത്ഥത്തിലാണ്. എന്നിട്ട് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയൊന്നും ഇക്കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. കേരള വഖഫ് ബോർഡ് നടത്തിയിട്ടുള്ള നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചാണ്. അത് 6/11/2018 ജസ്റ്റിസ് റിട്ടയർഡ് ജില്ലാ ജഡ്ജിയായിരുന്ന MA നിസാർ നടത്തിയിട്ടുള്ള വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ തുടർന്നാണ് ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന കോടതി സർക്കാരിനെതിരെ പരാമർശം നടത്തിയിട്ടില്ല എന്ന് താങ്കൾ പറയരുത്. ഇവിടെ ഒരു ഭാഗത്ത് കോടതി പറയുന്നുണ്ട്,
the order issued in September and October 2019 are bad in law in the ground of being unreasonably delayed and having been issued in palpable violation of the provisions of the Waqf Act 1954, 1984 and 1995. അത് കോടതി ചൂണ്ടിക്കാണിച്ചിട്ട് ആ പാരഗ്രാഫിന്റെ അവസാന ഭാഗം താങ്കൾ ശ്രദ്ധിച്ചാൽ the purpose of returning all the above findings is just to hold that the state government is not bound by such highly belatedly issued declaration by the KWB after 7 decades എന്ന് പറയുന്നുണ്ട്. ആ 7 വർഷത്തിന് ശേഷമുള്ള ആ അവകാശവാദത്തിൽ സർക്കാർ സ്വീകരിച്ച സമീപനത്തെയും സംശയദൃഷ്ടിയോട് കൂടി തന്നെയാണ് കോടതി കാണുന്നത്. അങ്ങനെയല്ല രേണുക, അതിനെ അങ്ങനെയല്ല വായിക്കേണ്ടത്. കേരള വഖഫ് ബോർഡാണ് ഇത് സംബന്ധിച്ച് 25/9/2019 ഒരു നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിക്കുന്നത്. ഇത് ഈ ഭൂമി മുനമ്പം നിവാസികൾ താമസിക്കുന്ന അല്ലെങ്കിൽ മുനമ്പത്തെ ഭൂമി അല്ലെങ്കിൽ സിദ്ദിഖ് സേട്ട് ദാനം നൽകിയ അല്ലെങ്കിൽ ഗിഫ്റ്റ് നൽകിയ ഭൂമി അല്ലെങ്കിൽ എൻഡോമെന്റ് ചെയ്ത ഭൂമി എന്ന് പറയുന്നത് വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നത്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ യാതൊരു വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ്. വഖഫ് ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. അതിനു മുമ്പ് വഖഫ് ബോർഡ് ചെയ്യേണ്ടിയിരുന്നത് സർവേ നടത്തണമായിരുന്നു, സർവേയുടെ നോട്ടിഫിക്കേഷൻ നടത്തണമായിരുന്നു. അതിനുശേഷം അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണമായിരുന്നു. മാത്രമല്ല ഇത് വഖഫ് ബോർഡിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഗസറ്റിൽ മാത്രം പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. അതിന് മുമ്പ് സർവേ നടത്തിയില്ല. കൈവശക്കാരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും എതിർ കൈവശക്കാരുണ്ടെങ്കിൽ അവരെ കേൾക്കുക എന്ന ജോലി കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയില്ല. സംസ്ഥാന സർക്കാർ എന്താ ചെയ്തത്? സെക്ഷൻ 97 വഖഫ് ആക്ടിന്റെ സെക്ഷൻ 97 പ്രകാരം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഹൈക്കോടതി ആ കാര്യത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഡീം ഫിറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് യുക്തമെന്ന് തോന്നുന്ന തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വഖഫ് ആക്ടിന്റെ സെക്ഷൻ 97 തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും അത് ശരിവെക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇതിലിപ്പോ ഏറ്റവും തർക്ക വിഷയവും അല്ലെങ്കിൽ വിവാദ വിഷയവും പോകുന്ന 2 കാര്യങ്ങളാണ്. ഈ വിധിയെ സംബന്ധിച്ച് 2 കാര്യങ്ങളാണ് വിവാദം. ഒന്ന്, ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളതാണ്. കാരണം ഒരു റിട്ട് ജൂറിസ്ഡിക്ഷന്റെ പരിധിയിൽ, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 പരിധിയിൽ പരിശോധിക്കപ്പെടേണ്ട വിഷയമായിരുന്നില്ല ഒരു സ്വത്ത് വഖഫ് ചെയ്തതാണോ അതല്ല അതൊരു ഗിഫ്റ്റ് ഡീഡാണ്. ഇറ്റ് ഇസ് പ്യുവർലി സിവിൽ ഇൻ നേച്ചർ ആണ്. 2 പാർട്ടികളെ അഫക്ട് ചെയ്യുന്ന സിവിൽ ഇൻ നേച്ചർ ആയിട്ടുള്ള ഒരു മാറ്ററിൽ റിട്ട് ജൂറിസ്ഡിക്ഷനിൽ എളുപ്പത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് നിയമപരമായി സാധുതയില്ലാത്തതും നിയമപരമായി നിലനിൽക്കാത്തതുമായിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ആണ് ഇപ്പോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നടത്തിയിട്ടുള്ളത്. അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ മനസ്സിലാക്കുന്ന നിയമത്തിന്റെ കൂടി പരിധിയിൽ നിന്നുള്ള അഭിപ്രായമാണ്. പക്ഷെ എന്തായാലും കേരള സംസ്ഥാന സർക്കാരിന് ഇത് വളരെ കൃത്യമായി ഇന്നലെ വരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയായിരുന്നു മുനമ്പം നിവാസികൾക്ക് മുന്നിൽ സംസ്ഥാന സർക്കാരിന്. കാരണം ചില സംഘപരിവാർ സംഘടനകളും കാസ പോലുള്ള ചില തീവ്രവാദി സംഘടനകളും ഒക്കെ മുനമ്പം നിവാസികൾ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ളതാണ്. അവിടെ ഡിവിഷൻ ബെഞ്ച് പുറത്തിറക്കുന്ന ഉത്തരവാണ്. അതിൽ പരാമർശമായിട്ടല്ല, ഉത്തരവിൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരു ഡിക്ലറേഷനായി തന്നെ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുമ്പോൾ കോടതിയെ സംശയത്തിൽ നിർത്തുന്നു. കോടതിക്ക് ഇതിനുള്ള അധികാര പരിധി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് പറയുമ്പോൾ എന്താണ് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ എന്നുള്ളത് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. അല്ല രേണുക, ഇതില് സംസ്ഥാന സർക്കാരിന് വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് ഉണ്ട് ഇക്കാര്യത്തിൽ. ഒന്ന്, ആ സ്റ്റാൻഡ് എന്ന് പറയുന്നത് മുനമ്പം നിവാസികൾ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി അവർ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന അവരുടെ സ്വത്ത് എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഉണ്ടാവണം എന്ന് ഒരു സുനിശ്ചിതമായ നിലപാടാണ് ഇടതുപക്ഷവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും എടുക്കുന്നത്. ആ നിലപാടിൽ ഒരു മാറ്റമില്ല. പക്ഷെ ആ നിലപാട് എടുക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും ഇപ്പോൾ വന്നിട്ടുള്ള അത് എന്തു ചെയ്യാൻ കഴിയും, ആരുടെയൊക്കെ കൈവശമാണ് ഈ ഭൂമി ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഫാക്ട് ഫൈൻഡിങ് ബോഡി എന്ന നിലയിൽ റിട്ടയർഡ് ജസ്റ്റിസ് CNRനെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഏൽപ്പിക്കുന്നത്.
അപ്പൊ അദ്ദേഹം ഒരു ഏകാംഗ കമ്മീഷൻ ഇത് പരിശോധിക്കുമ്പോൾ എൻക്വയറി കമ്മീഷൻസ് ആക്ടിന്റെ പരിധിയിൽ അതിൽ അന്വേഷണം നടത്തി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് തീരുമാനം ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ഇടപെടുകയാണ്, നമുക്കൊരു ടൈം ബൗണ്ട് ബ്രേക്ക് പോവേണ്ടത് കൊണ്ടാണ്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം താങ്കളിലേക്ക് തന്നെ വരാം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ബി എ ഹസ്കർ, ഈ കമ്മീഷൻ അന്വേഷിക്കണം, കമ്മീഷൻ പരിശോധന നടത്തണം എന്നതാണല്ലോ നിങ്ങൾ പറയുന്നത്. നോക്കൂ, ഈ കമ്മീഷൻ അധ്യക്ഷൻ എന്താണ് പറയാനുള്ളത്? ജസ്റ്റിസ് CN രാമേന്ദ്രൻ പറയുന്നത് ഭൂമി വഖഫ് അല്ലെന്ന് പറഞ്ഞതോടെ മുനമ്പത്തുകാരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ സംരക്ഷിച്ചു എന്നാണ്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇനി കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് സർക്കാർ പോകേണ്ടതില്ല എന്ന കാര്യം ഈ ജസ്റ്റിസ് CN രാമേന്ദ്രൻ പറയുകയാണ്. പിന്നെ എന്തിനാണ് സർക്കാർ മടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോ ഇതൊരു നിയമത്തിന്റെ ഒരു നാൾവഴികളിലൂടെ കടന്നു പോകുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ ഇതൊരു പക്ഷേ ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഈ വിധിയോടുകൂടി ഇവിടെ അവസാനിക്കുമെന്ന് കരുതാനും ആവില്ല. ഇതിലിപ്പോ സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ അപ്പോ സർക്കാരിനെ സംബന്ധിച്ച് ഈ നിയമ പോരാട്ടം ഇങ്ങനെ തുടർന്ന് പോകണം, അപ്പീലുകളുമായി സുപ്രീം കോടതി വരെ പോകണം, അങ്ങനെ കുറച്ച് സമയം കിട്ടണം, ഇതൊക്കെ തന്നെ ആയിരിക്കും ഇല്ലേ? അല്ല, അതിന് കാത്തു നിൽക്കാൻ വയ്യ എന്നതാണ് ശ്രീ ബെന്നി സൂചിപ്പിച്ചത്. ഇനി അതിന് കാത്തു നിൽക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയല്ല, അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കരുത് രേണുക. ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം എന്താ? ഒരു കമ്മീഷനെ വെച്ചു, ആ കമ്മീഷൻ റിട്ട് ജൂറിസ്ഡിക്ഷനിൽ ആ കമ്മീഷന്റെ പ്രവർത്തനത്തെ ചെയ്യാൻ പാടില്ല എന്ന അർത്ഥത്തിൽ ആ നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാരില്ലേ പോയി, സംസ്ഥാന സർക്കാർ തന്നെ താല്പര്യമെടുത്ത് അതിൽ റിട്ട് അപ്പീൽ കൊടുത്തു. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഗൂഢ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ മുനമ്പം നിവാസികളോട് മറ്റൊരു മനോഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പീൽ കൊടുക്കാതിരുന്ന പോലെ. അല്ല, അപ്പീൽ കൊടുക്കാതിരുന്ന പോലെ രാമചന്ദ്രൻ കമ്മീഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഹർജി കൊടുത്തത്. അതിൽ കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ ദുഃഖത്തോടുകൂടി വി അബ്ദുറഹ്മാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു കോടതി തീർപ്പിലേക്ക് എത്തുന്ന, ഇങ്ങനെ ഒരു ഉത്തരവിലേക്ക് എത്തുന്ന സാഹചര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല, ഇതിപ്പോ വന്ന് വീണുപോയി, ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കരുത്. ഇതിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. വാക്കുകൾക്കിടയിലൂടെ കയറി വളച്ചൊടിക്കുന്നതാണ് മാധ്യമ പ്രവർത്തനം. ഞാൻ ആ വാക്ക് എന്താണ് പറഞ്ഞതെന്ന് കാണിച്ചിട്ടാണല്ലോ വളരെ എളുപ്പത്തിൽ വളരെ പ്ലെയിൻ റീഡിംഗിൽ അതിനെ കാണുക, പരിശോധിക്കാം ഇക്കാര്യത്തെ സംബന്ധിച്ച്. മാത്രമല്ല വളരെ പ്ലെയിൻ റീഡിംഗിൽ ഈ കമ്മീഷൻ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഇനി എന്റെ ഉത്തരവിനായിട്ട്, എന്റെ റിപ്പോർട്ടിനായിട്ട് സർക്കാരിന് കാത്തിരിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അപ്പീൽ പോകട്ടെ, മറ്റുള്ളവർക്ക് പോകാമല്ലോ എന്നതാണ്. ഞാൻ സമയക്കുറവ് കൊണ്ടാണ് പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ. അങ്ങനെയല്ല, ഇതിലെ മുനമ്പം നിവാസികളുടെ ഒരു തുണ്ട് ഭൂമി പോലും അവർ കൈവശം വെച്ചിരിക്കുന്നതോ അവർ അനുഭവിച്ചു വരുന്നതോ ആയിട്ടുള്ള ഒരു തുണ്ട് ഭൂമി പോലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അതാണ് സംസ്ഥാന സർക്കാർ തുടക്കം മുതലേ അവർക്ക് മുന്നിൽ കൊടുത്തിട്ടുള്ള വാഗ്ദാനം, അവർക്ക് മുന്നിൽ കൊടുത്തിട്ടുള്ള ഉറപ്പ്. ആ ഉറപ്പിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. നീതി എന്ന് പറയുന്നത് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാമല്ലോ. അവർക്ക് റവന്യൂ അവകാശങ്ങളില്ലാത്ത ഭൂമി അവർക്ക് ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു, അവർക്ക് സ്വസ്ഥതയില്ല, മനസമാധാനമില്ലാത്ത സാഹചര്യമൊക്കെ നമ്മൾ കണക്കിലെടുക്കണമല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ മുജീബ്, ഈ കമ്മീഷൻ എന്താണ് പറഞ്ഞത് എന്നത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഇനി ഒരു റിപ്പോർട്ട്, കമ്മീഷൻ റിപ്പോർട്ടിനായി പോലും കാത്തു നിൽക്കേണ്ടതില്ല, സർക്കാരിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമാണ്. കമ്മീഷനും ഏതാണ്ട് ഇതുപോലെയുള്ള ഫൈൻഡിങ്സിലേക്കാണ് എത്തുന്നത് എന്നതിൻ്റെ സൂചനയാണത്. ശ്രീ മുജീബ്, ഇന്നത്തെ ഹൈക്കോടതിയുടെ പരാമർശത്തിലൂടെ ഒരു പുകമറയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച ഹൈക്കോടതി അത് വഖഫ് ഭൂമി അല്ല എന്നും വഖഫ് ബോർഡ് 2019 അതിൻ്റെ ആസ്തി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത് തെറ്റായ നടപടിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഹൈക്കോടതി അതിന് റദ്ദ് ചെയ്യട്ടെ. ഹൈക്കോടതി റദ്ദ് ചെയ്തിട്ടില്ല. ഹൈക്കോടതി ആ നടപടിയെ ഒഴിവാക്കിയിട്ടില്ല. നിലവിലുള്ള ഒരു അവസ്ഥയിൽ ഹൈക്കോടതി ഒരു പരാമർശം നടത്തി പോവുകയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് കേരളം ശ്രദ്ധിക്കുന്ന, കേരളത്തിലെ ജനത ശ്രദ്ധിക്കുന്ന, ബാക്കിയുള്ളവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു അല്ല പരാമർശമായാലും അല്ല സമയം കളയണ്ട. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വസ്തുതയിലേക്ക് വരാം. ഇവിടെ മുനമ്പത്തേത് 404.76 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ആധാരം ഇവിടെ ഉണ്ട്.
നേരത്തെ ബഹുമാനപ്പെട്ട ബെന്നി സമരസമിതിയുടെ കൺവീനർ സൂചിപ്പിച്ചു, അവിടെ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. ഞാൻ ബെന്നിയോടൊന്ന് ചോദിക്കുകയാണ്, ഇവിടെ കമ്മീഷന്റെ മുന്നിൽ നിങ്ങൾ ഒരുപാട് നിവേദനങ്ങൾ സമർപ്പിച്ചു, മുഖ്യമന്ത്രിയുടെ മുന്നിലും കളക്ടറുടെ മുമ്പിലൊക്കെ, എന്തുകൊണ്ടാണ് ബെന്നി താമസിക്കുന്ന വീടിന്റെ ആധാരം ഈ പറയപ്പെടുന്ന കമ്മീഷന്റെ മുന്നിൽ ഹാജരാക്കാത്തത്? അവിടെ ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു എന്ന് പറയുന്ന ആ ആധാരങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിൽ ഹാജരാക്കിയിട്ട് ഇത് ഞങ്ങൾ ഇന്ന വർഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് ഇത് വഖഫാണ് എന്നുള്ളതിനെ കുറിച്ച് ആധാരം കയ്യിലുണ്ട്. വഖഫാണ് എന്നുള്ളത് 1950 സിദ്ദിഖ് സേട്ട് എഴുതി കൊടുത്ത വഖഫ് ആധാരം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു എന്ന് പറയുന്ന ഈ ഭൂമിയുടെ ആധാരം തുറന്നു കാണിക്കാനോ പുറത്ത് കാണിക്കാനോ മാധ്യമപ്രവർത്തകരെ കാണിക്കാനോ ഈ ചാനൽ ചർച്ചയിൽ കൊണ്ടുവന്ന് കാണിക്കാനോ നിങ്ങൾ തയ്യാറാകുന്നില്ല. നേരത്തെ വേളാങ്കണ്ണി പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ കാര്യം സൂചിപ്പിക്കട്ടെ, ശരിയല്ല, സോറി. നേരത്തെ നമ്മളുടെ ബിജെപിയുടെ പ്രതിനിധി ഒരു കാര്യം പറയട്ടെ, ഞാൻ സംസാരിക്കണം. എനിക്ക് സംസാരിക്കണം. അദ്ദേഹം താങ്കൾ ചൂണ്ടിക്കാട്ടിയ കാര്യത്തിന് മറുപടി പറയട്ടെ. താങ്കൾ ചൂണ്ടിക്കാട്ടിയ കാര്യത്തിനല്ലേ മറുപടി പറയുന്നത്? അദ്ദേഹം പറയട്ടെ. ശ്രീ ബെന്നി പറഞ്ഞോ, ആധാരമുണ്ടോ? ഞാൻ പറയാം. അതായത് എന്റെ ആധാരം കാണിക്കണ്ട എന്ന് പറയാനായിട്ട്, അല്ല, എന്റെ ആധാരം കാണിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞോ കേൾക്കാം. എന്റെ ആധാരം കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ അപ്പച്ചൻ വാങ്ങിച്ചത് 1989 ഈ ആധാരത്തിന്റെ പോലെയുള്ള എന്റെ അപ്പച്ചൻ എന്റെ അമ്മച്ചും മരിച്ചുപോയി. അതിനുശേഷം അവരിൽ നിന്നും അവരിൽ നിന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ട്രൈബ്യൂണലിൽ 89-90 കൊടുത്തിരിക്കുന്ന ആധാരം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ മുനമ്പം ഭൂമി ഇന്റർനാഷണൽ ലെവലില് ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയപ്പോ ഈ ഭൂമി അടിച്ചു മാറ്റാനായിട്ട് കുറെ ആളുകൾ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 2008 തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ്. നമുക്കൊരു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ബെന്നി പറഞ്ഞല്ലോ, ആധാരത്തിന്റെ കാര്യം താങ്കൾ ക്ലിയർ ആക്കിയല്ലോ. എനിക്ക് കിട്ടിയിരിക്കുന്നത് ആധാരം 2000 ഞാൻ ദയവായ അതിഥികൾ എന്നോട് ക്ഷമിക്കണം. നമുക്ക് ഈ ചർച്ച